കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാന്ഡം 11-ാം സർഗം കഴിഞ്ഞു, രാവണവധം കഴിഞ്ഞു. ഇനി നമ്മൾ 12-ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നോക്കാം. ശിവൻ പറയാണ് ശ്രീ പാർവതിയോട്. ശ്രീ മഹാദേവ ഉവാച രാമോ വിഭീഷണം ദൃഷ്ട്വാ ഹനുമന്തം തഥാംഗദം ലക്ഷ്മണം കപിരാജം ച ജാംബവന്തം തഥാപരാൻ. രണ്ടാമത്തെ ശ്ലോകത്തിലത്തെ ഒരു വരി. പരിതുഷ്ടേന മനസാ സർവാനേവാബ്രവീദ് വചഃ. രാമൻ വിഭീഷണനെയും ഹനുമാനെയും തഥാ അംഗദം അതേപോലെ അംഗദനെയും ലക്ഷ്മണനെയും കപിരാജനെയും ജാംബവാനെയും തഥാ അപരാൻ അപ്രകാരം ബാക്കിയുള്ളവരെയും പരിതുഷ്ടേന മനസ്സ സന്തോഷിച്ച മനസ്സോടുകൂടി ദർശിച്ചിട്ട് സർവാൻ ഏവ എല്ലാവരോടും വചഃ അബ്രവീത് ഇപ്രകാരം പറഞ്ഞു. അതായത് വിഭീഷണൻ, ഹനുമാൻ, അംഗദൻ, ലക്ഷ്മണൻ, വാനരരാജാവായിട്ടുള്ള സുഗ്രീവൻ, അതാണ് കപിരാജൻ എന്ന് പറഞ്ഞത്, സുഗ്രീവൻ, ജാംബവാൻ, ബാക്കി അവിടെ ഉണ്ടായിരുന്ന സഹായിച്ചവരെ എന്നിവരെയൊക്കെ ശ്രീരാമൻ സന്തോഷ മനസ്സോട് കൂടിയിട്ട് വളരെ കാരുണ്യത്തോടു കൂടി നോക്കി അവരോടായിട്ട് ഇപ്രകാരം പറഞ്ഞു. ഇവരൊക്കെ അല്ലേ ഭഗവാന്റെ കൂടെ നിന്നത് രാവണനെ കൊല്ലാനേ. അവരെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു. ശ്രീ മഹാദേവ വാച രാമോ വിഭീഷണം ദൃഷ്ട്വാ ഹനുമന്തം തഥാ അംഗദം ലക്ഷ്മണം കവിരാജം ജാംബവന്തം തഥാപരാൻ പരിതുഷ്ടേന മനസ്സ സന്തോഷിച്ച മനസ്സോടുകൂടി സർവേനേവ അബ്രവീത് വച ഇപ്രകാരം എല്ലാവരോടും കൂടി പറഞ്ഞു. ഭവതാം ബാഹുവീര്യേണ നിഹതോ രാവണോ മയാ കീർത്തി സ്ഥാസിതി വ പുണ്യ യാവചന്ദ്രദിവാകരൗ. ഭാവതാം നിങ്ങളുടെ ബാഹുവീര്യേണ നിങ്ങളുടെ കയ്യിൻ്റെ ഊക്കുകൊണ്ട് മയ എന്നാൽ രാവണൻ നിഹത നിങ്ങളുടെ സഹായം കൊണ്ടാണ് ഞാൻ രാവണനെ നിഗ്രഹിച്ചത്. നിങ്ങളുടെ പുണ്യകീർത്തി പാവനമായിട്ടുള്ള കീർത്തി യാവത് ചന്ദ്രദിവാകരവും ചന്ദ്രനും സൂര്യനുമുള്ളതുവരെ സ്ഥിതി ചെയ്യും. എന്താ പറഞ്ഞ ശ്രീരാമൻ ഇവരോട്? അതായത് ഇവർ സഹായിച്ചിട്ടാണല്ലോ കൊല്ലാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ഒരു ജയത്തിൽ തന്നെ സഹായിച്ചവരെ സന്തോഷിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സന്തുഷ്ടന്മാരായിട്ടുള്ള വീരന്മാർ യുദ്ധത്തിൽ അവരുടെ ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടും ശ്രീരാമന് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടില്ലേ? അത് എത്ര അധികം നിങ്ങളുടെ കീർത്തി. അതുകൊണ്ട് നിങ്ങളുടെ കീർത്തി എന്നും അതാണ് പറഞ്ഞത്, പൂജ്യന്മാരായിട്ടുള്ള നിങ്ങൾ ശരിക്കും ആരാധിക്കപ്പെടേണ്ടവരാണ്. എന്താ വെച്ചാൽ പൂജ്യന്മാരായിട്ടുള്ള നിങ്ങളുടെ പരാക്രമങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ രാവണനെ വധിച്ചത്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഈ പുണ്യം വർദ്ധിപ്പിക്കുന്ന നിങ്ങളുടെ ഈ കീർത്തി സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ലോകത്തിൽ നിലനിൽക്കും എന്ന് പറയാണ് ആരോട്? അതായത് തന്നെ സഹായിച്ചവരെ ശരിക്കും അതിന് നന്ദി വേണം, അല്ലേ? അതിന് നല്ല കൃതജ്ഞത വേണം എന്ന് പറഞ്ഞ് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആരെങ്കിലും നമ്മളെ സഹായിച്ച അവരോട് നമുക്ക് എന്നും കൃതജ്ഞത വേണം. ഭഗവാനായിട്ട് പോലും ഭഗവാൻ ഇവരുടെ ഒരു സഹായം ഇല്ലാണ്ട് കൊല്ലാനൊക്കെ പറ്റും. എങ്കിൽ പോലും ഇവരുടെ സഹായം കൊണ്ടാണ് ഞാൻ രാവണനെ കൊന്നതെന്ന് സാധാരണ ഒരു മനുഷ്യനെ പോലെ ഭഗവാൻ പറഞ്ഞു, അല്ലേ? നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കീർത്തി ചന്ദ്രനും സൂര്യനും ഉള്ളിടത്തോളം കാലം നിലനിൽക്കട്ടെ എന്ന് അവരോട് പറഞ്ഞു, ഈ ഭൃത്യന്മാരോട്. അപ്പോൾ ഭഗവാന്റെ ഒരു എത്ര നല്ല
പെരുമാറ്റമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണല്ലോ രാമായണത്തിൽ നിന്ന്. ആരെങ്കിലും ഇപ്പോൾ ഒരു ഒരു കമ്പനിയുടെ CEO ആ കമ്പനി വളരെ നന്നായിട്ട് ചെയ്തു, ധാരാളം ലാഭം ഉണ്ടെങ്കിൽ അയാൾ മുഴുവൻ ക്രെഡിറ്റ് എടുക്കണതിന് ഒരർത്ഥമില്ലല്ലോ. അതെന്താ പറയേണ്ടത്? നിങ്ങളൊക്കെ തൊഴിലാളികളോട് അല്ലെങ്കിൽ എംപ്ലോയീസിനോട് എന്താ പറയേണ്ടത്? നിങ്ങളുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് നമുക്കിന്നത് സാധിച്ചത് എന്ന് തോന്നല്ല, പറയല്ല. ശരിക്കും അങ്ങനെയാണേനും അത് ബോധ്യവും വേണം അല്ലേ ഒരു നല്ല CEOന്. അതാണ് നമുക്ക് നിന്ന് പഠിക്കാനുള്ളത് അല്ലേ. അതായത് ഒരാളോ ഒറ്റയ്ക്കൊന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ സഹായം കൊണ്ട് എന്തെങ്കിലും നമ്മൾ നേടിയാൽ അവർക്കും അതിന് ക്രെഡിറ്റ് കൊടുക്കണേ. അപ്പോഴല്ലേ അവർക്ക് പിന്നെയും നമ്മളെ സഹായിക്കാനും ചെയ്യാനും പറ്റുള്ളൂ അല്ലേ. അതാണല്ലോ ഒക്കെ ഒരു നല്ല മാനേജ്മെൻറ്റ്. നല്ലൊരു മാനേജറാണ് അങ്ങനെ ചെയ്യേണ്ടത്, ധർമ്മിഷ്ഠനും സൽസ്വഭാവിയായിട്ടുള്ള ഒരാളാണ് അല്ലേ. അതാണ് ഇപ്പോൾ ഇതിൽ കണ്ടത്. ഭവതാം ബാഹുവീര്യേണ നിഹതോ രാവണോ മയാ കീർത്തിസ്ഥാസതി വപുണ്യ യാവച്ചന്ദ്രദിവാകരൗ. 4 കീർത്തയിഷ്യന്തി ഭവതാം കഥാം ത്രൈലോക്യപാവനീം മായോപേതാം കലിഹരാം യാസ്യന്തി പരമാം ഗതിം. ത്രൈലോക്യപാവനി, ഈ 3 ലോകത്തെ പരിശുദ്ധമാക്കുന്നതും, മയാ ഉപേത എന്നോടുകൂടിയതും, കലിഹരാം കലിയെ ഹരിക്കുന്നതുമായ ഭവതാം കഥാം നിങ്ങളുടെ കഥയെ കീർത്തയിഷ്യന്തിക്ക് എല്ലാവരും കീർത്തിക്കും ചന്ദ്രസൂര്യന്മാരുള്ളിടത്തോളം കാലം. പരമാംഗതി പരമഗതിയെ യാസ്യന്തി പ്രാപിക്കുകയും ചെയ്യും. എന്താ പറഞ്ഞാൽ വെച്ചാൽ ഈ ത്രിലോകത്തിലത്തെയും ആൾക്കാരെ 3 ലോകത്തിലും വസിക്കുന്നവരെയും പരിശുദ്ധന്മാരാക്കാൻ, അതായത് ത്രിലോകത്തിനെയും ത്രിലോകത്തിലുള്ള എല്ലാവരെയും പരിശുദ്ധന്മാരാക്കാൻ സമർത്ഥമായതും എന്നോട് എൻ്റെ കഥയോട് ചേർന്നിരിക്കുന്നതും കലിദോഷങ്ങളെ തീർക്കുന്നതുമായ നിങ്ങളുടെ കഥയെ ഈ ലോകത്തിലുള്ളവരെ കീർത്തിക്കും. അത് കാരണം അവർക്ക് പരമഗതി ലഭിക്കുന്നു. അതായത് എൻ്റെ കഥയോട് ചേർന്ന് നിങ്ങളുടെ ഈ വീരപരാക്രമങ്ങളൊക്കെ ചന്ദ്രസൂര്യന്മാരുള്ളിടത്തോളം കാലം ഈ ഭൂലോകത്തിലെയും 3 ലോകത്തിലെ നിവാസികളെ കീർത്തിക്കും. അവർക്കൊക്കെ പരമഗതി ലഭിക്കുകയും ചെയ്യും. അത്ര പുണ്യം ആണ് നിങ്ങളുടെ കഥകൾ കേൾക്കണം. കീർത്തയിഷ്യന്തി ഭവതാം കഥാം ത്രൈലോക്യപാവനീം മയോപേതാം കലിഹരാം യാസ്യന്തി പരമാം ഗതിം. ഇതൊക്കെ ഭഗവാൻ പറയാണ് കേട്ടോ അവരോട്. ഇനി 4-ത്തെ 2-ാമത്തെ വരിയും 5-ഉം. ഏതസ്മിന്നന്തരേ ദൃഷ്ട്വാ രാവണം പതിതം ഭുവി മണ്ഡോദരീ മുഖാഃ സർവാ സ്ത്രിയോ രാവണപാലിതാ പതിതാ രാവണസ്യാഗ്രേ ശോചന്ത്യ പര്യദേവയൻ. ഇനി മണ്ഡോദരിക്കൊക്കെ എന്താണ് പറ്റിയെന്ന് ദുഃഖാവൂലോ, അതാ പറയണത്. ഏതസ്മിൻ അന്തരെ, ഈ അവസരത്തിൽ, ഭുവി പതിതം രാവണം ദൃഷ്ട്വ, ഭൂമിയിൽ ജീവനറ്റ് കിടക്കുന്ന രാവണനെ കണ്ടിട്ട്, രാവണപാലിത, രാവണനാൽ പാലിക്കപ്പെട്ടിരുന്ന മന്ദോദരി മന്ദോദരി മുതലായ എല്ലാ സ്ത്രീകളും, അനവധി സ്ത്രീകളുണ്ട് അന്തഃപുരത്തിൽ. മണ്ഡോദരിയാണ് പ്രധാന ഭാര്യ. അപ്പോൾ രാവണനാൽ പരിപാലിക്കപ്പെട്ടിരുന്ന മണ്ഡോദരി അടക്കമുള്ള സ്ത്രീകൾ, സകല സ്ത്രീകളും രാവണസ്യ അഗ്രേ, രാവണൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പതിത വീണ് ശോചന്ത്യ ദുഃഖിക്കുന്നവരായിട്ട് പര്യദേവയൻ കരഞ്ഞു. അപ്പം എന്താണ് ഇതിൽ പറഞ്ഞു വെച്ചാൽ ഇവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു ഭഗവാൻ അല്ലേ, സഹായിച്ചനി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്താണ് ശ്രീരാമൻ വാനരന്മാരോട് ഇങ്ങനെ നിങ്ങളെ കീർത്തി എന്നും പരക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ അവസരത്തിൽ രാവണൻ്റെ രക്ഷയിൽ, രാവണനാൽ രക്ഷിക്കപ്പെട്ടിരുന്ന മണ്ഡോദരി മുതലായ സകല സ്ത്രീകളും അന്തഃപുരത്തുനിന്ന് രാവണൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് വന്ന് മൃതദേഹം വീണ് കിടക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുൻഭാഗത്ത് വന്ന് വീണ് ദുഃഖിക്കുന്നവരായിട്ട് കരയാൻ തുടങ്ങി. ഏതസ്മിന്നന്തരേ ദൃഷ്ട്വാ രാവണം പതിതം ഭുവി മണ്ഡോദരീ മുഖാ സർവാ സ്ത്രിയോ രാവണപാലിതാ പതിതാ രാവണസ്യാഗ്രേ ശോചന്ത്യ പര്യദേവയൻ. 6 വിഭീഷണ ശുശോചാർത്ത ശോകേന മഹതാവൃത പതിതോ രാവണസ്യാഗ്രേ ബഹുധാ പര്യദേവയൻ. വിഭീഷണ സങ്കടായി, എന്തൊക്കെ പറഞ്ഞാലും ഏട്ടനല്ലേ. മഹതാ ശോകേന വൃത, മഹത്തായ ശോകത്താൽ മഹത്തായ ശോകത്താൽ വിവശനായ
വിഭീഷണൻ രാവണസ്യ അഗ്രേ, രാവണൻ്റെ അടുത്ത് പതിത വീണു, ബഹുധ പരിദേവേത്, കുറേ സങ്കടപ്പെട്ടു, കരഞ്ഞു. കാരണം ഇത്ര ദുഷ്ടനായി പോയില്ലോ ഏട്ടനെന്നും കൂടിയുണ്ടേ. അതായത് അത്യന്ത ദുഃഖത്തോട് കൂടിയിട്ട് വിഭീഷണൻ ഭൂമിയിൽ വീണ് കിടക്കുന്ന രാവണൻ്റെ മുൻഭാഗത്ത് വന്ന് വീണ് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു. വിഭീഷണനും സ്വന്തം സഹോദരനാണല്ലോ. വിഭീഷണ ശുശോചാർത്ത ശോകേന മഹതാവൃത പതിതോ രാവണസ്യാഗ്രേ ബഹുധാ പര്യദേവയത്, കുറേ കരഞ്ഞു. രാമസ്തു ലക്ഷ്മണം പ്രാഹ ബോധയസ്വ വിഭീഷണം കരോതു ഭ്രാത സംസ്കാരം കിം വിളംബേന മാനദ. രാമനോ ലക്ഷ്മണം പ്രാഹ, ലക്ഷ്മണനോട് പറഞ്ഞു, വിഭീഷണം ബോധയിസ്വ, വിഭീഷണനെ പറഞ്ഞ് മനസ്സിലാക്കൂ, ഭ്രാതൃ സംസ്കാരം കരോതു, അതായത് സഹോദരൻ്റെ അന്ത്യക്രിയകളൊക്കെ ചെയ്യട്ടെ. അതിന് വിഭീഷണൻ വേണമല്ലോ, വേറെ ആരുമില്ല, മക്കളൊന്നുമില്ല, മക്കളൊക്കെ മരിച്ചല്ലോ. അപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ വിഭീഷണനെ സമാധാനിപ്പിക്കൂ, എന്നിട്ട് വിഭീഷണൻ രാവണൻ്റെ അന്ത്യക്രിയകളൊക്കെ ചെയ്യട്ടെ. മാനദാഹേ കീർത്തിവർദ്ധന വിളംബേനാക്കും, വിളംബം കൊണ്ടെന്തു ഫലം. ഇപ്പം ഈ മൃതദേഹം സംസ്കരിക്കാതിരുന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വിഭീഷണനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേഗം വേണ്ടതൊക്കെ ചെയ്യൂന്ന് ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പം എന്താ ലക്ഷ്മണനോട് പറഞ്ഞ, ഹേ ലക്ഷ്മണ, വിഭീഷണനെ പരമാർത്ഥമൊക്കെ തത്വമൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ച് സമാധാനിപ്പിച്ച് വിഭീഷണൻ ദുഃഖിക്കാതെ തന്നെ, വിഭീഷണനെ സമാധാനിപ്പിച്ച് ദുഃഖമില്ലാതെ വിഭീഷണൻ ജ്യേഷ്ഠൻ്റെ സംസ്കാരാദി കർമ്മത്തെയൊക്കെ നടത്തട്ടെ. എന്തിനാ ഇനിയിപ്പോൾ കാത്തിരുന്നിട്ട് കാര്യം? എന്തിനാ അത് താമസിപ്പിക്കണമെന്ന് ചോദിച്ചു. ഇനി താമസിപ്പിക്കേണ്ട, അത് ചെയ്യണതാണ്. മരിച്ചാൽ വേഗം വേണമല്ലോ സംസ്കാരമൊക്കെ. രാമസ്തു ലക്ഷ്മണം പ്രാഹ ബോധയസ്വ വിഭീഷണം കരോതു ഭ്രാത സംസ്കാരം കിം വിളംബേന മാനദ. പറ്റുന്നത്ര വേഗം വേണമെന്നാണ് നമ്മൾ പറയുക സംസ്കാരേ. അതായത് ശരീരം ഉടനെ നശിപ്പിക്കണം എന്നാണ് പറയുക. കാരണം ഈ ആത്മാവിന് ഈ അനവധി കാലം ഇരുന്ന ശരീരത്തിൽ നിന്ന് വിട്ടു പോകാൻ വിഷമം ഉണ്ടാവുന്നതാണ് പറയുക. അപ്പോൾ ശരീരം നശിച്ചാൽ പിന്നെ ആത്മാവിന് വേഗം പോവാലോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. സ്ത്രീയോ മണ്ഡോദരി മുഖ്യ പതിത വിലപന്തിച്ച നിവാരയതു താ സർവ രാക്ഷസീ രാവണ പ്രിയ. മണ്ഡോദരി മുഖ്യ സ്ത്രീയ, മണ്ഡോദരി മുതലായ രാവണനാൽ പരിപാലിക്കപ്പെട്ടിരുന്ന സ്ത്രീകൾ പതിതാഹ വിലപന്തി വീണ് കരയുന്നു. രാവണപ്രിയാഹ താഹ സർവാഹ രാക്ഷസി, രാവണ പത്നിമാരായ ആ എല്ലാ രാക്ഷസികളെയും നിവാരണം ചെയ്യട്ടെ. അതായത് വിഭീഷണൻ അവരെയൊക്കെ സമാധാനിപ്പിക്കട്ടെ. മണ്ഡോദരി മുതലായ സ്ത്രീകളൊക്കെ രാവണൻ്റെ മുമ്പിൽ വന്ന് കരയണു. ലക്ഷ്മണ, രാവണ ഭാര്യമാരായ ആ സകല രാക്ഷസികളെയും വിഭീഷണൻ അവിടുന്ന് കൊണ്ടുപോട്ടെ, നിവാരണം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൊണ്ടുപോയാലല്ലേ ഇപ്പോൾ മൃതദേഹം എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ വിഭീഷണൻ തന്നെ രാവണൻ്റെ ഈ പത്നിമാരോടൊക്കെ അവിടുന്ന് സമാധാനിപ്പിച്ച് അവിടുന്ന് പോവാൻ അവരെ അവിടുന്നൊക്കെ മാറ്റി ഇരുത്തട്ടെ, എന്നാലല്ലേ മൃതദേഹം എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടുന്ന് മാറ്റി ഇരുത്താൻ പറഞ്ഞു. അത് വിഭീഷണൻ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞു ശ്രീരാമൻ ലക്ഷ്മണനോടെ. സ്ത്രീയോ മണ്ഡോദരീ മുഖ്യാഹ പതിതാ വിലപന്തിജ നിവാരയതു താ സർവ രാക്ഷസീ രാവണപ്രിയ. ഏവമുക്തോഥ രാമേണ ലക്ഷ്മണോ ഗാദ് വിഭീഷണം, ലക്ഷ്മണൻ അഗാദ് വിഭീഷണം. ഉവാച മൃതകോപാന്തേ പതിതം മൃതകോപമം. അപ്പോൾ രാമനാൽ ഏവമുക്ത, രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അതിനുശേഷം മൃതകോപാന്തേ, ശവത്തിൻ്റെ സമീപത്തിൽ, മൃതകോപമം പതിതം, ശവത്തിൻ്റെ അടുത്ത്, അതായത് രാവണൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്ത് മരിച്ച പോലെ കിടക്കുന്ന വിഭീഷണം അഗാദ്, വിഭീഷണനെ അടുത്തേക്ക് പോയി. ഇങ്ങനെ ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ഉടനെ തന്നെ മരിച്ചു കിടക്കുന്ന രാവണൻ്റെ ശരീരത്തിൻ്റെ അടുത്ത് മരിച്ച പോലെ കിടന്ന് കരയണ വിഭീഷണൻ്റെ അടുത്തേക്ക് ചെന്നു എന്ന്. ഏവമുക്തോഥ രാമേണ ലക്ഷ്മണോഗാത് വിഭീഷണം ഉവാച മൃതകോപാന്തേ പതിതം മൃതകോപമം. മരിച്ച പോലെ കിടക്കുകയാണ്, അത് ദുഃഖണ്ട വിഭീഷണന്. അതായത് ശവത്തിന് തുല്യം വീണ് കിടക്കുന്ന വിഭീഷണനോട് അടുത്തേക്ക് പോയി. ഇനി 10-11 ഒരു വരി. ശോകേന മഹതാവിഷ്ടം സൗമിത്രിരിതമബ്രവീദ് യം ശോചസി ത്വം ദുഃഖേന കോയം തവ വിഭീഷണ. 11.
ത്വം വാസ്യ കഥമ സൃഷ്ടേ പുരേതാനീമതപ്പരം. ഇപ്പം ലക്ഷ്മണൻ പറയണം വിഭീഷണനോടെ, മഹതാ ശോകേന, ഇത്ര വലിയ ദുഃഖം ആവിഷ്ടം, ഇത്ര ദുഃഖിച്ചിരിക്കുന്നവരോട് സൗമിത്രി ലക്ഷ്മണൻ ഇതം അബ്രവീത്. അതായത് അങ്ങേയറ്റം ദുഃഖവിവശനായിരിക്കുന്ന വിഭീഷണനോട് ലക്ഷ്മണൻ ഇതം അബ്രവീത്, ഇപ്രകാരം പറഞ്ഞു. വിഭീഷണ, അല്ലയോ വിഭീഷണ, ത്വം നീ ദുഃഖേന, ദുഃഖത്തോടുകൂടി, യം ഏതൊരു സഹോദരനെ കുറിച്ച് ശോചസി ദുഃഖിക്കുന്നുവോ, അയം ഇവൻ സൃഷ്ടേ പുര, ഈ ആരെക്കുറിച്ചാണ് ദുഃഖിക്കണത്, ആ ആള് സൃഷ്ടിക്ക് മുമ്പും ഇതാനും ഇപ്പോഴും, അതപ്പരം ഇനിമേനിലും, തവ നിനക്ക്, കഹ ആരാകുന്നു, ത്വം വ നീയും, അസ്യ കഥമ ഇവൻ എങ്ങനെയുള്ളവൻ. എന്താ പറഞ്ഞു വെച്ചാൽ അങ്ങേയറ്റം ദുഃഖിച്ചിരിക്കുന്ന വിഭീഷണനോട് ലക്ഷ്മണൻ തത്വം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അറിയോ വിഭീഷണ, നീ ആരെ ഉദ്ദേശിച്ച് ദുഃഖിക്കുന്നുവോ അവൻ ഈ ശരീരം ആരെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്, ആ ആത്മാവ് ഈ രാവണൻ്റെ ശരീരം എടുക്കുന്നതിന് മുമ്പും ഇപ്പം ശരീരം നശിച്ചിരിക്കുന്ന ഈ സമയത്തും ഇനിമേലും നിനക്ക് ആരാണ് ശരിക്ക്? ആത്മാവ് പരിശുദ്ധനും ജ്ഞാനസ്വരൂപനാണ്, ആരോടും ഒന്നിനോടും ബന്ധമില്ല. നിന്റെ ആരുമല്ല ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിരുന്ന ആത്മാവായിട്ടുള്ള രാവണൻ ഈ ശരീരമല്ല. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും ആ ആത്മാവുണ്ടായിരുന്നു. ഇപ്പോഴും ഇപ്പം ശരീരം മരിച്ചു കിടക്കണ്ടല്ലോ, ഇപ്പോഴും ആ ആത്മാവുണ്ട്, ഇനി മേലിലും ആത്മാവുണ്ട്. അപ്പം നിന്റെ ആരുമല്ല. അതായത് ആരോടും ഒന്നിനോടും സംബന്ധമില്ല ആത്മാവിന്. അതുപോലെ ഇപ്പോഴും ഇനി മേലിലും ഒന്നും സംബന്ധമില്ല, ഉണ്ടാകൂല്ല. അതായത് അതായത് ഈ ശരീരം വെറും ജഡാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ ആത്മാവ് കയറുന്നതിന് മുമ്പും ഇപ്പം ശരീരം നഷ്ടപ്പെട്ടപ്പോൾ ആത്മാവ് പുറത്ത് വന്നപ്പോഴും ഇനി വേറൊരു ശരീരം എടുത്താലും ഒന്നും ഈ ആത്മാവിന് യാതൊരു ഒന്നായിട്ടും എടുത്ത ശരീരത്തിനോടും ഇനി എടുക്കാൻ പോകുന്ന ശരീരത്തിനോടോ ഇപ്പം കളഞ്ഞ ശരീരത്തിനോടോ ഒന്നും ഈ ആത്മാവിന് ഒരു ബന്ധമില്ല. അതായത് കഴിഞ്ഞ കാലത്തിലും ഭാവി കാലത്തിലും ഒന്നും മധ്യകാലത്തിലും ഒന്നും ഒരു ബന്ധമില്ല. ഉണ്ടെന്ന് തോന്നണത് നമുക്ക് ദേഹാഭിമാനം കൊണ്ട് മാത്രമാണ് അത് തോന്നണത്. അതുകൊണ്ട് നിൻ്റെ ഏട്ടന് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഏട്ടൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ഈ ഏട്ടൻ്റെ ശരീരം എടുക്കുന്നതിന് മുമ്പും ഇപ്പം ശരീരം വിട്ട് പോയപ്പോഴും ഇനി മേലാലും ഒക്കെ ഈ ശരീരമായിട്ട് ബന്ധമില്ലാത്ത ആളാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്, നമ്മുടെ ദേഹാഭിമാനം കൊണ്ടാണ്. നമ്മൾ ദേഹമാണ്. നിൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ രാവണൻ ഈ ദേഹമാണെന്ന് നീ വിചാരിക്കൊണ്ടാണ്. നിൻ്റെ അജ്ഞാനം കൊണ്ട് ആ ദേഹമല്ല നിൻ്റെ സഹോദരൻ. പക്ഷേ നിൻ്റെ സഹോദരൻ ഈ മരിച്ചു വീണ് കിടക്കണ ആ ദേഹമാണെന്ന് നീ വിചാരിക്കുന്നു. അത് തെറ്റാണ്, അജ്ഞാനാണ്. അതുകൊണ്ടാണ് നിനക്കത് തോന്നണത് എന്ന് പറഞ്ഞു. വലിയ തത്വം. ശോകേന മഹതാവിഷ്ടം സൗമിത്രിതമബ്രവീത് യം ശോചസി ത്വം ദുഃഖേന കോയം തവ വിഭീഷണ. നിൻ്റെ ആരുമല്ല. ത്വം വാസ്യ കഥമ സൃഷ്ടേ പുരേതാനീമതപ്പരം. ഇനി പിന്നെ 12. യദ്വത്തോയൗഖപതിതാ സികതായാന്തി തദ്വശാ സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിന. തോയൗഖപതിത അതായത് ജലപ്രവാഹത്തിൽ പോകുന്ന അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ ഇങ്ങനെ ഒന്നിച്ചു പോകുന്ന സികതാഹ മണൽത്തരികൾ തദ്വശ അതിന് അധീനകളായിട്ട് യദ് സംയുജ്യന്തേ കുറേ മണൽ പൊടി ഒന്നിച്ചു പോവും. വിയുജ്യന്തേ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ പിരിയും. ഏത് വിധം ചേരുകയും പിരിയുകയും ചെയ്യുന്നുവോ തഥാ കാലേന അപ്രകാരം നമ്മളും കാലത്തിനനുസരിച്ചിട്ട് ദേഹികളും കൂടിയും പിരിയുകയും ചെയ്യുന്ന. എന്താ പറഞ്ഞ വെച്ചാൽ എനിക്ക് എൻ്റെ ഏട്ടനാണ് അതുകൊണ്ട് തോന്നുകയാണ് എന്നാണ് നീ പറയണമെങ്കിൽ ഞാൻ പറയാം. അതോ ഈ ജലപ്രവാഹത്തിൽ പെട്ട മണൽത്തരികൾ പ്രവാഹത്തിൻ്റെ ശക്തി കാരണം
ഒന്നിച്ച് കുറച്ച് ദൂരം സഞ്ചരിക്കും. പക്ഷേ ചില തരികൾ, കുറേ തരികൾ ഒന്നിച്ചാകുമ്പോൾ ഖനം ഉണ്ടാകുമ്പോൾ അത് താഴത്തേക്കാണ് പോവും. ചിലത് നല്ല ഖനം കുറഞ്ഞതാണെങ്കിൽ ആ ജലത്തിൻ്റെ കൂടെ ഒഴുകി പോവും. ആ ഖനമുള്ള തരികൾ എവിടെയെങ്കിലും താണു പോവും. അപ്പോൾ അവർ തമ്മിലുണ്ടായിരുന്ന, ഒന്നിച്ചാണ് ആദ്യം പുറപ്പെട്ടത് വെച്ചാലും കുറച്ച് ദൂരം ചെല്ലുമ്പോഴേക്കും അനവധി തരികൾ താണിട്ടുണ്ടാവും പല പല സ്ഥലത്തായിട്ട്. ചില തരികൾ അപ്പോഴും ഈ വെള്ളത്തിൻ്റെ കൂടെ വളരെ ഖനം കുറഞ്ഞ തരികൾ അപ്പോഴും ഒഴുകുന്നുണ്ടാവും. അപ്പോൾ ഒന്നിച്ചാണ് ആദ്യം ഉണ്ടായിരുന്ന വെച്ചാലും പിന്നെ അന്യോന്യ സംബന്ധം ഇല്ലാണ്ടാവും. അതുപോലെ കാലസ്വരൂപനായ ഭഗവാന് അധീരരായിരിക്കുന്ന നമ്മളെ ദേഹമെടുത്ത എല്ലാ ജീവജാലങ്ങളും അന്യോന്യം ചേരുകയും പിരിയും ചെയ്യുന്നു. അതേതുപോലെയാ? ഒന്നിച്ച ഒരു നദീപ്രവാഹത്തിൽ ഒന്നിച്ച് പുറപ്പെട്ട കുറേ മൺതരികൾ കുറച്ച് കഴിയുമ്പോൾ ഛിന്ന ഭിന്നായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിരിക്കും. അതുപോലെയുള്ളൂ കാലമാകുന്ന ഒഴുക്കിൽ ദേഹമെടുത്ത എല്ലാ ജീവജാലങ്ങളും കുറച്ച് ദിവസം ഒരുമിച്ചുണ്ടാവും, പിന്നെ സംബന്ധമില്ലാതെയാവും. അതായത് നമ്മൾ പിരിഞ്ഞു പോവും. അതായത് കാലത്തിൻ്റെ പ്രവാഹത്തിൽ കുറച്ച് കാലം ഒരുമിച്ചിരിക്കും, പിന്നെ എല്ലാം പിരിഞ്ഞ് പോവും. ഇതൊന്നും ശാശ്വതമല്ല എന്ന് പറയണം, നമുക്ക് പറഞ്ഞു തരികയാണ്. അത് നമുക്ക് പിന്നെ കൂടപ്പിറപ്പുകളൊക്കെ ആയിട്ടുള്ള ബന്ധം വളരെ ശക്തിയായിട്ട് തോന്നൂലോ. അതൊക്കെ ഇതുപോലെ ഉള്ളൂ എന്നാണ് പറയണത്. നമുക്ക് ദുഃഖിക്കാനില്ല കൂടപ്പിറപ്പുകൾ പോയാലേ. കാരണം കാലമാകുന്ന ഒഴുക്കിൽ നമുക്ക് ഒരുമിച്ച് കുറച്ച് കാലം കിട്ടി, അത്രയേ ഉള്ളൂ. മക്കളായാലും ഭർത്താവായാലും ഒക്കെ അത്രയേ ഉള്ളൂ. ഈ കാലമാകുന്ന ഒഴുക്കിൽ കുറച്ച് കാലം ദേഹമെടുത്ത ഈ ആത്മാക്കളൊക്കെ കുറച്ച് കാലം ഒപ്പം കിട്ടി, അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാനുള്ളൂ എന്ന് നമ്മൾക്കും പറഞ്ഞു തരണ വലിയ തത്വമാണ്. യദ്വത്തോയൗഖപതിതാഃ സികതായാന്തി തദ്വശാ സംയുജ്യന്തേ വിയുജ്യന്തേ. കൂടുന്നു, പിന്നെയോ പിരിയുന്നു. സംയുജ്യന്ത വെച്ചാൽ കൂടുന്നു ഒപ്പം, വിയുജ്യന്തേ പിരിയുന്നു. തഥാ കാലേന ദേഹിന. എല്ലാ ദേഹടുത്ത ജന്തുക്കളും അല്ലേ, എല്ലാവരും അങ്ങനെയാണ്. വേറൊരു ഉദാഹരണം നമ്മൾ പറയും. അതായത് ഒരു കാട്ടിൽ ഭയങ്കര മഴ പെയ്തിട്ട് വെള്ളപ്പൊക്കത്തിൽ കുറേ തടിക്കഷ്ണങ്ങൾ ഒന്നിച്ചിങ്ങനെ ഒഴുകും. അത് കഴിഞ്ഞ് ഒരു തുരുത്തിലെത്തിയാൽ കുറേ എണ്ണം അവിടെ തങ്ങും, കുറേ എണ്ണം ഇടത്ത് ഭാഗത്തേക്ക് പോവും, കുറേ എണ്ണം വലത്തെ ഭാഗത്തേക്ക് പോവും, അങ്ങനെ പോവും. പിന്നെ ഒരിക്കലും അവർ കണ്ടുമുട്ടുന്നില്ല. അതുപോലെയാണെന്നും പറയും. ഇതിവിടെ മണൽത്തരിയാണ് പറഞ്ഞത്. ഏതായാലും ഒന്നും ശാശ്വതമല്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി ഒരു ശ്ലോകം കൂടിയും ചെയ്യാം. 13. യഥാധാനാസു വൈധാന ഭവന്തി ന ഭവന്തി ച ഏവം ഭൂതേഷു ഭൂതാനി പ്രേരിതാനീശമായയ. അതായത് ധാനാസു ബീജങ്ങളിൽ ധാന ബീജങ്ങൾ യഥാ ഭവന്തി ന ഭവന്തി ച എപ്രകാരം ഭവിക്കുകയും ഭവിക്കാതിരിക്കുകയും ചെയ്യുന്നുവോ ഏവം അപ്രകാരം ഈശമായയാ ഈ ഈശ്വരൻ്റെ മായയാൽ പ്രേരിതാനി ഭൂതാനി പ്രേരിക്കപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും ഭൂതേഷു ഭവന്തി ന ഭവന്തി ഭൂതങ്ങളിൽ ഭവിക്കുകയും ഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്താ പറഞ്ഞു വെച്ചാൽ ഈ ജന്മത്തിൽ നമ്മൾ ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചിട്ട് നമ്മൾ സഹോദരന്മാരാണെന്ന് പറയൂലോ. അങ്ങനെ ജീവിക്കും ഇല്ല. ഒരമ്മയുടെ മക്കൾ മുഴുവൻ നമ്മൾ ഒരു ഉദരത്തിൽ നിന്ന് ജനിച്ചതാണ് എന്ന് പറഞ്ഞ് ജീവിച്ചു. പക്ഷേ ആ ഭാവം ഇനി കിട്ടില്ല എന്നാണെന്ന് എനിക്ക് ദുഃഖം എങ്കിൽ അതും നിൻ്റെ അജ്ഞാനം കൊണ്ടാണ്. എന്താച്ചാൽ ഈ പിന്നെ നമ്മൾ വിത്ത് വിതച്ചിട്ടേ ഇപ്പം നെല്ലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ധാന്യത്തിൻ്റെ വിത്തുകളിൽ നിന്ന് മുളച്ച് വളർന്ന ചെടികൾ ആ കുറച്ച് ദിവസം ഒന്നിച്ച് നിൽക്കണു. എന്നിട്ടോ അതിൻ്റെ മണികൾ വേഗം മുത്ത് കൊഴിഞ്ഞ് വീണാൽ അവർ, അതായത് കൊയ്ത് കഴിഞ്ഞാൽ എല്ലാം ഉണങ്ങി എല്ലാം പോയി. കുറച്ച് കാലം ഈ വിതച്ച വിത്തുകൾ മുഴുവൻ ഒന്നിച്ച് വളർന്ന് നിൽക്കും. എന്നിട്ട് വളരും, ധാന്യങ്ങളുണ്ടാവും. ആ ധാന്യങ്ങളൊക്കെ കൊഴിഞ്ഞ് വീഴുക അല്ലെങ്കിൽ കൊയ്തെടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ വേറെ പിരിയേയും ഇല്ലേ. ചിലത് അതിനു മുമ്പ് തന്നെ, ചിലത് വലുതാവുന്നല്ലേ, അതിനു മുമ്പ് തന്നെ മരിക്കും ഇല്ലേ. അങ്ങനെ ആ ചെടികളൊക്കെ തമ്മിലും ആ ചെടികളുടെ കാരണമായിരുന്ന ബീജങ്ങൾക്ക് തമ്മിലും
ഉണ്ടായിരുന്ന അവരൊന്നിച്ചിരുന്നതൊക്കെ വേർപിരിയുന്നു. അതുപോലെ ഈശ്വര ശക്തിയായിട്ടുള്ള മായയാൽ പ്രേരിപ്പിക്കപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും ഇതുപോലെ തമ്മിൽ ചേർച്ചയും പിരിവും എല്ലാവർക്കും ഉണ്ട്. ചില ധാന്യങ്ങളിൽ നിന്ന് മറ്റു ചില ധാന്യങ്ങളുണ്ടാവും അല്ലേ? ചിലത് മുളയ്ക്കുന്നില്ല, ചിലത് മുളച്ചിട്ട് കുറേ എണ്ണം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ദേഹമെടുത്ത എല്ലാ ജീവജാലങ്ങൾക്കും ചില അമ്മമാർക്ക് കുറേ കുട്ടികളുണ്ടാവും, അവരിൽ കുറേ കുട്ടികളുണ്ടാവും. പക്ഷേ എല്ലാവരും ഒരു സമയത്ത് ഒന്നായി ഒരു ദിക്കിലുണ്ടെങ്കിലും എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ വേർപിരിയും. ഈ ധാന്യങ്ങളെ പോലെയാണെന്ന്. അപ്പോൾ ഈ ബീജങ്ങൾക്ക് തമ്മിൽ കുറച്ച് ദിവസത്തേക്കേ ഒരു ഒപ്പുള്ളൂ അല്ലേ? അവർ വിത്ത് വിതച്ചപ്പോഴും വളർന്നപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ എല്ലാം അതുപോലെ ഉള്ളൂ നമ്മുടെയൊക്കെ. അപ്പോൾ ഇത് വിചാരിച്ച് ദുഃഖിക്കണേന് അർത്ഥമില്ല എന്ന് പറഞ്ഞ് നമുക്ക് 13 വായിച്ച് നിർത്താം. യഥാ ധാനാസു വൈധാന ഭവന്തി ന ഭവന്തി ച ഏവം ഭൂതേഷു ഭൂതാനി പ്രേരിതാൻ ഈശമായ. എല്ലാം ഈ മായയിൽ നടക്കണ ചേർച്ചയും പിരിയലും ആണ്. എല്ലാറ്റിലും ഒന്നിച്ചു കൂടലും പിരിയലും ഈ മായാൽ പ്രേരിതമാണ് എന്ന് പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.